എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. എൻ്റെ ചെണ്ടുമല്ലി പാടമാണ് കാണുന്നത്. ഏകദേശം ഒരു 500 ചെടികളാണ് ഞാൻ നട്ടത്. നന്നായിട്ട് അത് കയറി വന്നു. പക്ഷേ നമ്മളെ ചതിച്ചു ഗൈസ്. നമുക്ക് പൂ വിൽക്കാൻ പറ്റിയില്ല. എൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ആരും ഈ ചെണ്ടുമല്ലി എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ചാടി വീഴരുത്. ഞാൻ ഈ പാടമൊക്കെ ഇങ്ങനെ ചെണ്ടുമല്ലി ഒക്കെ വിരിഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ എനിക്കൊരു സന്തോഷമായിരുന്നു. എനിക്ക് എന്ന് കൃഷി ചെയ്യാൻ പറ്റും എന്നൊക്കെ ഓർത്ത്. കറക്റ്റ് ടൈമിൽ ഞാൻ ഇത് സമയത്തൊക്കെയാണ് നട്ടത്. പക്ഷേ നമ്മുടെ ഈ കാലാവസ്ഥയിൽ, അതായത് ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് ഈ പൂക്കൃഷിക്ക് അനുയോജ്യമായ ഒരു സാഹചര്യമില്ലെന്നുള്ളതാണ്. കാരണം ഇന്നിപ്പോൾ ഓണം കഴിഞ്ഞു. ഓണം കഴിഞ്ഞിട്ടും ഈ പൂക്കൾ ഇതുവരെയായിട്ടും വിടർന്നു വന്നില്ല. എൻ്റെ കാര്യം വെച്ചാൽ മഴ കൂടുതലായിപ്പോയി. തമിഴ്നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയില്ല. അവർക്കറിയാം കേരളത്തിൽ ഈ ഓണം സമയങ്ങളിൽ ധാരാളം മഴയൊക്കെയാണ്. അതുപോലെ തന്നെ പൂക്കളൊന്നും ഉണ്ടായാൽ പോലും അത് ശരിയാവില്ല എന്ന് ഈ കർണാടകയിലും തമിഴ്നാട്ടിലുള്ള കൃഷിക്കാർക്കറിയാം. അവർ വ്യാപകമായി പൂ ഉണ്ടാക്കും, കേരളത്തിൽ വിൽക്കും. പക്ഷെ നമ്മൾ അതിനു വേണ്ടി കിടപിടിക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ അത് വിജയിക്കില്ല എന്നുള്ള ഞാൻ അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇതിനി ആരും ചെയ്യരുതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മഴ കൂടുതൽ കിട്ടുന്ന നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഇത് പറ്റുന്നതല്ല. കാരണം ഇത് സമയത്ത് വിടുന്ന ആവില്ല. പിന്നെ ഈ പൂ നനഞ്ഞ പൂ കൊണ്ട് കൊടുത്താൽ ആരും എടുക്കാനില്ല. കണ്ടോ, ഈ പൂവിനകത്തൊക്കെ വെള്ളമാണ്. ഇതൊക്കെ നനഞ്ഞ പൂവിൽ വെള്ളം. ഇതുണ്ടോ, ഒരെണ്ണം പിഴുതെടുക്കാം. ഇത് കണ്ടോ, ഇതിനകത്ത് ഇങ്ങനെ വെള്ളമുണ്ട്. ഈ വെള്ളം ഉള്ള പൂക്കൾ എടുക്കില്ല. നനയാതെ കൊണ്ട് ചെല്ലാനാണ് പറയുന്നത്. അപ്പോൾ എന്നാൽ എനിക്ക് ഈ ചെണ്ടുമല്ലിയും ഇതിൻ്റെ ഭംഗിയും അതുപോലെ ഇതിൻ്റെ കളറും ഒക്കെ എനിക്ക് അകലിൽ നിന്ന് കാണുമ്പോൾ എനിക്കൊരു ഭയങ്കര ആവേശമായിരുന്നു. ഈ കൃഷി എന്ത് ചെയ്യാൻ വന്നാലും ഇത് ചെയ്യണമെന്നുള്ള വരും. ആ ആഗ്രഹം അങ്ങ് സാധിച്ചു. 10 പൈസ കൈ കിട്ടിയില്ല. അമ്പേ പരാജയപ്പെട്ടു പോയി. ഇനി ഇതെല്ലാം ചോടെ പിഴുത് കളയാമെന്നല്ല, വേറെ മാർഗ്ഗമൊന്നുമില്ല. എന്താണെങ്കിലും ഒരു കുറച്ച് നാൾ വെച്ചുകൊണ്ടിരിക്കും. കാരണം സെൽഫി എടുക്കാം, വീഡിയോ എടുക്കാം. ഇനി ആർക്കെങ്കിലും വലിയ വിവാഹ പാർട്ടികൾക്കോ അല്ലെങ്കിൽ കൊച്ചുങ്ങളുടെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്കൊക്കെ വന്നിരുന്നത് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് പോകാം. ആ ഒരൊറ്റ കാര്യമേ ഇനി നടക്കുള്ളൂ. കാരണം ഈ അടുത്തെങ്ങും ഇത്രയും പൂവില്ല. എൻ്റെ നാട്ടിൽ ഇപ്പോൾ തൊടുപുഴ താലൂക്കിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഇത്രയും പൂവ് അടുത്തെങ്ങും ഇല്ല. അപ്പോൾ അവർക്കൊക്കെ ഇനി തമിഴ്നാട്ടിൽ പോയി വീഡിയോ ഷൂട്ടൊന്നും എടുക്കണ്ട. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഇത് വെയിറ്റ് ചെയ്യുക. അവർക്ക് ഞാനത് തുറന്നു കൊടുക്കുക. അപ്പോൾ അവർ ഇവിടെ വന്നാൽ നൃത്തം കളിക്കാം, അതുപോലെ റീൽസ് എടുക്കാം, പിന്നെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. ഇത്രയും പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനൊരു ഭംഗിയൊക്കെയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇനി ആരും ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏകദേശം 50 ഗ്രാമുള്ള വലിപ്പമുള്ള പൂവൊക്കെയാണ് വന്നേക്കുന്നത്. പക്ഷേ സമയത്ത് കിട്ടിയിട്ടല്ലേ അത് കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ അമ്പേ സുല്ലു പറഞ്ഞു, ഇനി ഒരിക്കലും ഞാൻ ചെണ്ടുമല്ലി ചെയ്യില്ല. ആ ചെണ്ടുമല്ലി എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ എന്നാ ഒരു രസം അല്ലേ. ഒരു തമിഴ് ടച്ച് ഉണ്ടാവും വാക്കിന്. ആ ചെണ്ടുമല്ലി നമ്മൾ സാധാരണ ബന്ദിപ്പൂ എന്ന് പറയും. ബന്ദിപ്പൂ എന്ന് പറഞ്ഞാൽ അത് അത്ര ഒരു ഭംഗിയില്ല. പക്ഷേ ചെണ്ടുമല്ലി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ, മാരി ഗോൾഡ്, യെല്ലോ, വൈറ്റ്, അത്ര നമ്മളെ ആകർഷിക്കുന്ന കളറിലും ആകർഷിക്കുന്ന ഒരു പൂവാണ്. അതുകൊണ്ടാണ് എനിക്ക് കൃഷിയിലേക്ക് വന്നത്. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇത്രയും പൈസ മുടക്കിയിട്ട് എനിക്ക് ഒരു പൈസ പോലും കിട്ടിയില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇത് പറിച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, അത് പിഴുതെടുത്ത് അടർത്തി കൊടുത്താൽ നമുക്ക് തുച്ഛമായ വില കിട്ടുള്ളൂ ഇല്ലേ. 500 ചെടികളായി നിൽക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഞാൻ ഓരോ ദിവസവും ഇതിൻ്റെ ചുവട്ടിൽ വന്ന് ഞാനും ഭാര്യയും പണിയെടുത്തു. കൂടാതെ ഇതിന് വളം, അതുപോലെ തന്നെ കീടനാശിനി, ഇതൊക്കെ പ്രയോഗിച്ച് നല്ല ഭംഗിയായിട്ടാണ് കയറി വന്നേക്കുന്നത്. എന്ത് ചെയ്യാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇനി ആരും ഇതിൻ്റെ ഭംഗി കണ്ട് അബദ്ധത്തിൽ ചാടരുത്. ചാടിക്കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ല. പിന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. മഴ കുറഞ്ഞ സ്ഥലങ്ങളിൽ ചിലതൊക്കെ പൂ വിറ്റിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ 1-2 സുഹൃത്തുക്കളെ വിളിച്ചാൽ അയ്യോ പൂ മേടിക്കാൻ വായോ എന്നൊക്കെ പറഞ്ഞ് റീൽസൊക്കെ കണ്ടു. അപ്പോൾ അവർക്കും കച്ചവടം വളരെ കുറവായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ നനഞ്ഞ പൂ കടയിലെടുക്കില്ലല്ലോ, അതായിരിക്കും ഒരു കാരണം. നമ്മുടെ ഇവിടെ മഴയാണ്, ഓണക്കാലത്ത് മഴയാണ്. ഇവിടെ വള്ളംകളിയും മഴയും പന്ത് കളിയും ഇതൊക്കെ നമുക്ക് പറ്റും. പക്ഷേ പൂ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് നനയും. ആ നനഞ്ഞ പൂ പറിച്ചെടുത്ത് കടയിൽ കൊണ്ട് കൊടുത്താൽ എടുക്കില്ല.
പക്ഷേ നനയാത്ത പൂവിന് നല്ല ഡിമാൻഡുണ്ട്. പക്ഷേ ഇവിടെ ഞാനിത് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രകൃതി ഭംഗിയുണ്ട്, അതുപോലെ തന്നെ നല്ല അനുകൂലമായ കാലാവസ്ഥ, ഇതൊക്കെ എൻ്റെ മനസ്സിലൊരു പിക്ചറായിരുന്നു. അതനുസരിച്ച് ഞാൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എന്നെപ്പോലെ അബദ്ധം ആരും ഇനി ചെണ്ടുമല്ലി കൃഷിയിലേക്ക് ചാടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കിനി നിങ്ങളുടെ അനുഭവം എന്താണെന്ന് അറിയത്തില്ല, എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. എന്നുണ്ട് ഈ പൂവൊക്കെ എന്നാ വലുപ്പമാണെന്ന് നോക്കി. എന്നുണ്ട് ഈ പൂവൊക്കെ എന്ത് വലുപ്പമാണ്, ഇതിൻ്റെ അതേ തന്നെ നിൽക്കില്ല. കാരണം ഇതിൻ്റെ വെള്ളത്തിൻ്റെ വെയിറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ ഒടിഞ്ഞ് ചാടി പോവുക. നമുക്കിത് നനഞ്ഞ് കഴിയുമ്പോൾ ഈ സാധനം ഒടിഞ്ഞ് ചാടി പോവും. അതുകൊണ്ട് തന്നെ പ്രിയ കർഷകരായ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഇത് നട്ടു വളർത്തുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് 1, 2, 3 ഒക്കെ നമ്മുടെ വീടിലെ പോർച്ചിലോ അല്ലെങ്കിൽ നനയാത്ത സ്ഥലങ്ങളിലൊക്കെ നട്ടു വളർത്തി ഇതിങ്ങനെ മനോഹരമായി കാണാൻ നല്ല രസമായിരിക്കും. പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ കൃഷിയായിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കിത് പരാജയമായിരിക്കും, നമുക്ക് മുടക്കവാശി കിട്ടില്ല. ഇനി ആർക്കെങ്കിലും കിട്ടിയവരുണ്ടെങ്കിൽ പറയണേ. എനിക്ക് കിട്ടിയില്ല, എനിക്കിത് മാർക്കറ്റ് ചെയ്യാനും പറ്റുന്നില്ല. എൻ്റെ നാട്ടിലിത് മാർക്കറ്റ് ചെയ്യാൻ വലിയ പാടാണ്. പിന്നെ തമിഴ്നാട്ടിലാണെങ്കിൽ എന്നാ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂ അവർക്ക് വിറ്റില്ലെങ്കിലും ഇത് ഓയിലെടുക്കാൻ വേണ്ടി പോകുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പൂ പറിച്ച് അവർ ഓയിലിന് വേണ്ടി കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതെന്തോ കളറിനൊക്കെ വേണ്ടിയായിരിക്കും. പക്ഷെ നമുക്കത് കിട്ടുന്നില്ല. അന്നൊരു ദുഃഖസത്യം എനിക്ക് പറ്റി. പിന്നെ കർഷകനല്ലേ, ലക്കായിരിക്കും. ഈ പ്രാവശ്യം നമുക്ക് ഓണം നേരത്തെ വന്നു, മഴ കൂടിയത് കൊണ്ടാവാം, മഴയും ശക്തമായിരുന്നു, കാലം തെറ്റി വന്ന മഴയായിരുന്നു, അതുകൊണ്ടാവാം എനിക്ക് ഇതിങ്ങനെ പരാജയം വന്നത്, ഈ സമയത്ത് വിരിയാതെ വന്നത്. അതുകൊണ്ട് മുട്ടൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുക. ഇപ്പോഴും ഇനി ഒരു 15 ദിവസം കഴിഞ്ഞെങ്കിൽ ഇത് ശരിയായിട്ടൊന്ന് വിടർന്നു വരുള്ളൂ. ഇപ്പോൾ പകുതി വിടർന്നു. ഏകദേശം ഒരു ചെടിയിലൊരു 40 പൂവ് 30 പൂവ് ഒക്കെ ഉണ്ട്. ഒരു ചെടിയിലൊരു 30 പൂവെങ്കിലും ഉണ്ട്. മുട്ടൊക്കെ ആയിട്ട് 30 എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഒരു 50 ഗ്രാം വെച്ചുള്ളൊരു പൂവാണ്, 40 ഗ്രാമുള്ള പൂവാണെങ്കിൽ ഒന്ന് ആലോചിക്കുക. പക്ഷെ നമുക്ക് ഇവിടെ ഉണ്ടാവും, പക്ഷേ കാലാവസ്ഥ നമുക്ക് അനുകൂലമായിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നഷ്ടം വന്നൊരു കർഷകൻ്റെ ദുഃഖമാണ്, ആരോട് പറയാൻ അല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ അടുത്ത ദിവസം വീണ്ടും വരാം. എല്ലാവർക്കും ഹാപ്പി ഓണം, ഗുഡ് ബൈ.